നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഇന്നറിയാം. രാവിലെ 8-ന് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ടെണ്ണൽ ആരംഭിക്കും. 8:30-യോടെ ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. കേന്ദ്രസേനയുടെയും പോലീസിന്റെയും ത്രിതല സുരക്ഷാ സംവിധാനമാണ് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. വഴിക്കടവിലെ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതോടെ ആദ്യ ട്രെൻഡ് ആർക്കൊപ്പമെന്ന് അറിയാൻ കഴിയും. UDFന് ഭൂരിപക്ഷം നൽകുകയും അവർ ഭരിക്കുകയും ചെയ്യുന്ന പഞ്ചായത്താണ് വഴിക്കടവ്. 2016-ൽ PV അൻവറിന് 2000 വോട്ടിലേറെ ലീഡുണ്ടായിരുന്ന പഞ്ചായത്തിൽ 2021 ആയപ്പോൾ ആ ലീഡ് 35ആയി ചുരുങ്ങിയിരുന്നു. 46 ബൂത്തുകളാണ് വഴിക്കടവിലുള്ളത്. വഴിക്കടവ്, മൂത്തേടം, കരുളായി, എടക്കര, പോത്തുകല്ല്, ചുങ്കത്തറ പഞ്ചായത്തുകളും നിലമ്പൂർ നഗരസഭയും അവസാനം അമരമ്പലം പഞ്ചായത്തുമാണ് എണ്ണുക. എന്നാൽ വഴിക്കടവ് പഞ്ചായത്തിൽ ശക്തി കാണിക്കാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് PV അൻവർ. നിലമ്പൂർ മണ്ഡലത്തിലെ വലിയ പഞ്ചായത്താണ് വഴിക്കടവ്. ഇവിടെ ജനപിന്തുണ അൻവറിനാണെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത്. 5 റൗണ്ട് വോട്ട് എണ്ണുന്നത് വഴിക്കടവ് പഞ്ചായത്തിലാണ്. ശേഷം എണ്ണുന്ന മൂത്തേടം പഞ്ചായത്തിൽ UDF വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. മൂത്തേടം പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വഴിക്കടവും മൂത്തേടവും എണ്ണിക്കഴിയുമ്പോഴേക്കും ശക്തമായ നിലയിൽ എത്താമെന്ന ആത്മവിശ്വാസം UDFനുണ്ട്. ഇവിടെ 12 സീറ്റ് UDFനും 3 സീറ്റ് LDFനുമുണ്ട്. എടക്കര പഞ്ചായത്ത് മുൻ DCC പ്രസിഡന്റ് VV പ്രകാശിന്റെ പഞ്ചായത്ത് കൂടിയാണ് ഇവിടം. എന്നാൽ ഇവിടെ കഴിഞ്ഞ തവണ വെറും 97 വോട്ടിന്റെ ലീഡാണ് UDFനുണ്ടായിരുന്നത്. UDFന് 9ഉം LDFന് 7ഉം സീറ്റാണ് ഇവിടെയുള്ളത്. അൻവർ പിടിക്കുന്ന വോട്ടുകൾ പ്രധാനമായും LDFന്റേതാകുമെന്നാണ് UDF ക്യാമ്പ് കരുതുന്നത്. എന്നാൽ UDFന്റെ വോട്ടുകളാണ് അൻവർ പിടിക്കുക എന്ന് LDFും പറയുന്നു. അതേസമയം ഇരു മുന്നണികളുടെയും വോട്ടുകൾ തനിക്ക് ലഭിക്കുമെന്ന് അൻവറും പറയുന്നു. സ്ട്രോങ് റൂം രാവിലെ 7:30-നാണ് തുറക്കുക. 19 റൗണ്ടുകളായിട്ടാണ് വോട്ടെണ്ണുക. ഓരോ റൗണ്ടിലും 14 വീതം പോളിംഗ് ബൂത്തുകൾ ഉണ്ടാകും. മൊത്തം 263 പോളിംഗ് സ്റ്റേഷനുകൾ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണുന്നതിന് 14 ടേബിളുകളും പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്നതിന് 4 ടേബിളുകളും ETPBS പ്രീ കൗണ്ടിങ്ങിനായി ഒരു ടേബിളും ക്രമീകരിച്ചിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. 14 വീതം ബൂത്തുകളിലെ വോട്ടുകളാണ് ഓരോ റൗണ്ടിലും എണ്ണുക. അതേസമയം താൻ തോറ്റാൽ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കണമെന്നതാണ് തന്റെ ആഗ്രഹമെന്ന് PV അൻവർ തന്റെ നിലപാട് നേരത്തെ തിരുത്തിയിരുന്നു. തെളിഞ്ഞ പിണറായി തോൽക്കുകയും ഒളിഞ്ഞ പിണറായി ജയിക്കുകയും വേണമെന്ന് അൻവർ പറയുമ്പോൾ അൻവറിനെ UDF എടുക്കുന്ന കാര്യം അടഞ്ഞ അധ്യായമാണെന്നായിരുന്നു AP അനിൽകുമാറിന്റെ പ്രതികരണം. ലീഗിനെ വിമർശിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയ അൻവർ ആദ്യം കണ്ട് ക്ഷമാപണം നടത്തിയതും ലീഗ് നേതാക്കളോടായിരുന്നു. പാണക്കാട് തങ്ങളെ കണ്ട് UDF പ്രവേശനത്തിനുള്ള വഴികളെല്ലാം സുഗമമാക്കി. കഴിഞ്ഞ ഏപ്രിലിൽ ലീഗ് നേതൃത്വത്തെ കണ്ട് UDF പ്രവേശനത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കണമെന്നും അഭ്യർത്ഥിച്ചിരുന്നു. ലീഗ് നേതൃത്വം അൻവർക്ക് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ അൻവറിനെ UDF മുന്നണിയിൽ പ്രവേശിപ്പിക്കുന്നതിൽ അന്തിമമായ തീരുമാനം കൈക്കൊള്ളാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിരുന്നില്ല. അതേസമയം നിലമ്പൂരിന് പുറമെ രാജ്യത്തെ 4 നിയമസഭാ മണ്ഡലങ്ങളിലും ഇന്ന് വോട്ടെണ്ണലുണ്ട്. ഗുജറാത്തിൽ 2 മണ്ഡലങ്ങളിലും പഞ്ചാബ്, ബംഗാൾ സംസ്ഥാനങ്ങളിലെ ഓരോ സീറ്റുകളിലുമാണ് വോട്ടെണ്ണൽ. പഞ്ചാബിൽ ലുധിയാന വെസ്റ്റ് മണ്ഡലത്തിൽ കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും വിജയം അഭിമാന പ്രശ്നമാണ്. ആം ആദ്മി MLA-യുടെ മരണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ബംഗാളിലെ കാളിഗഞ്ചിൽ തൃണമൂൽ BJP കോൺഗ്രസ് ത്രികോണ മത്സരമായിരുന്നു. തൃണമൂൽ MLA-യുടെ മരണത്തെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ്. കാളിഗഞ്ചിൽ ഇടതു പിന്തുണ കോൺഗ്രസിനാണ്. വോട്ടെണ്ണൽ നടക്കുന്ന ഗുജറാത്തിലെ 2 സിറ്റിംഗ് സീറ്റിൽ ഒന്ന് BJP-യുടേതും മറ്റൊന്ന് ആം ആദ്മി പാർട്ടിയുടേതുമാണ്. കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒന്നാകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്താണ് വിജയിക്കുന്നതെങ്കിൽ കോൺഗ്രസിൽ VD സതീശനാവും വിജയിക്കുക. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാട്ടും UDF വെന്നിക്കൊടി നാട്ടിയപ്പോൾ അതിന് പിന്നിൽ കണിശ നിലപാടുകളുടെ VD ടെസ്റ്റ് ഉണ്ടായിരുന്നു. നിലമ്പൂർ തിരിച്ചു പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ UDF നടത്തിയ പടപ്പുറപ്പാടിന്റെ അമരത്വം സതീശനായിരുന്നു UDFന്റെ നായകവേഷത്തിൽ.